Welcome back. In this last part of review of C++, we will study the looping constructs and jump statements. Last year, we have studied about the Geany IDE Integrated Development Environment. From applications, programming, the Geany IDE can be opened. Let's learn the looping constructs for while and do while with the help of programs. In Geany IDE, this is the workspace where we can type our programs. What is the first statement of a program? Hash include IOStream, and the next line, using namespace std semicolon. Then the main function begins int main opening parenthesis, closing parenthesis, opening braces and the closing braces. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസിൻ്റെ ഇടയിലാണ് നമുക്ക് ടാസ്ക് പെർഫോം ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ടത്. നമുക്ക് 1 to 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് കൺസിഡർ ചെയ്യും. ഓക്കെ, ആദ്യം നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യാം. സേവ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് പ്രോഗ്രാമിന് ഒരു പേര് നൽകണം. പ്രിന്റ് 1 to 10 എന്നാണ് ഞാനിവിടെ പേര് നൽകുന്നത്. പ്രോഗ്രാമിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ മസ്റ്റ് ബി .cpp. എന്നിട്ടൊരു ഫോൾഡർ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. അതിൽ C++ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഫോൾഡർ സെലക്ട് ചെയ്തു. എന്നിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പ്രോഗ്രാം സേവായി. ഇപ്പോൾ കളർ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാനുണ്ട്. 1 to 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഫോറോ വൈലോ ഡു വൈലോ വെച്ച് എഴുതാവുന്നതാണ്. But we must know when to make use of the for loop and when to make use of the while loop or the do while loop. For loop യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് നമുക്ക് മുൻകൂട്ടി അറിയുന്ന സാഹചര്യത്തിലാണ്. while loop യൂസ് ചെയ്യുന്നത് when the number of iterations are not exactly known. ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ while loop യൂസ് ചെയ്യേണ്ടത്. ഈ do while loop യൂസ് ചെയ്യുന്നതോ ആ ലൂപ്പ് ഒരു തവണ എന്തായാലും നിർബന്ധമായിട്ടും എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യേണ്ടത്. ഫോറിൻ്റെ സിൻടാക്സ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഫോർ ഓപ്പണിംഗ് പാരാന്തസിസ്, ഇനീഷ്യലൈസേഷൻ, സെമികോളൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമികോളൻ, അപ്ഡേഷൻ, ക്ലോസിംഗ് പാരാന്തസിസ് ആൻഡ് വിതിൻ ദി ബ്രേസസ് ദ ബോഡി ഓഫ് ദി ലൂപ്പ് ഇസ് ടു ബി റിട്ടൺ. നമുക്കിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇത് എഴുതാം. ഇപ്പോൾ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ഇൻഡൻറ്റ് ചെയ്യണം. ഫോർ പ്രോപ്പർ ഇൻഡൻറ്റേഷൻ മേക്ക് യൂസ് ഓഫ് ടാബ്സ്. അപ്പോൾ ടാബ് എന്നുള്ള കീ പ്രസ് ചെയ്താൽ നമ്മളുടെ കർസർ ഇപ്പോൾ ഇവിടെ നീങ്ങിയതുപോലെ നീങ്ങും. ഇവിടെ നമുക്ക് ഒരു ഇൻറ്റീജർ വേരിയബിൾ n ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ n യൂസ് ചെയ്തിട്ട് ഫോർ ലൂപ്പ് എഴുതാം. ഇവിടെ വാട്ട് മസ്റ്റ് ബി ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് n. 1 തൊട്ട് 10 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ n-ന്റെ ഇനീഷ്യൽ വാല്യൂ 1. Then the test expression n should be less than or equal to 10. 1 തൊട്ട് 10 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി ഇൻക്രിമെന്റ് n for the updation statement. Then the body of the loop, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബ്രേസസ് യൂസ് ചെയ്യുന്നില്ല. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ്ലി ഇൻഡന്റ് ചെയ്തിട്ട് എഴുതാം. ആകെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് cout n എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നോക്കി നോക്കാം. n-ന്റെ വാല്യൂ ആദ്യം 1 ആയിരിക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അതുകൊണ്ട് n പ്രിന്റ് ചെയ്തു, അതായത് 1 പ്രിന്റ് ചെയ്തു. എന്നിട്ട് പിന്നെ n-നെ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ n-ലുള്ള വാല്യൂ 2 ആയി. 2 ഈസ് ലെസ് ദാൻ 10, സോ പ്രിന്റ് 2. അഗെയിൻ ഇൻക്രിമെന്റ് ദി വാല്യൂ ഓഫ് n. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് നൗ ദ n ഹാസ് ബിക്കം 10. n-ലെ വാല്യൂ 10 ആണ്. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു 10. വീണ്ടും cout n, അതായത് 10 പ്രിന്റ് ചെയ്തു. എന്നിട്ട് n-ന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ n 11 ആയി. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. സോ കം ഔട്ട് ഓഫ് ദി ലൂപ്പ്. ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല. പക്ഷെ നമ്മളുടെ പ്രോഗ്രാമിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റിട്ടേൺ 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, ഇവിടെ O അല്ല 0 ആണ് എഴുതേണ്ടത്. സെമിക്കോളൻ. പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിനെ കമ്പൈൽ ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ ബിൽഡ് ഓപ്ഷനിൽ നിന്ന് കമ്പൈൽ
എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഗെയിൻ ഫ്രം ബിൽഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് വീണ്ടും എഴുതി കാണിച്ചു. വീണ്ടും ബിൽഡിൽ നിന്ന് എക്സിക്യൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത് 1 2 3 4. പക്ഷേ ഇത് 1 2 3 4 എന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് വലിയൊരു നമ്പറാണ്. നമുക്ക് വേണ്ടത് 1 2 3 എന്നുള്ള ഔട്ട്പുട്ടാണ് വേണ്ടത്. അപ്പോൾ എന്ത് മാറ്റം വരുത്തണം? ഇവിടെ സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ടാബ് ഇട്ട് കൊടുക്കാം. /t ടാബ് ആഡ് ചെയ്തു. വീണ്ടും നമുക്ക് ഈ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യണം. ഇപ്പോൾ കമ്പൈൽ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് ഐക്കൺ ഇവിടെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. കമ്പൈൽ ചെയ്തു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓൾറെഡി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ സിമ്പിൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈ രീതിയിൽ കിട്ടി. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ഔട്ട്പുട്ട് 1 തൊട്ട് 10 വരെയുള്ളത് നീറ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഈ 1 2 3 എന്നുള്ളത് നെക്സ്റ്റ് ലൈൻസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ടാബിന് പകരം ന്യൂ ലൈൻ യൂസ് ചെയ്യണം. അപ്പോൾ \n. അപ്പോൾ വീണ്ടും നമുക്കിത് കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം, and then execute the program. And so the output has come in next lines. Okay, സെയിം പ്രോഗ്രാം നമുക്ക് while യൂസ് ചെയ്തിട്ടും എഴുതാവുന്നതാണ്. while യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് വരണം. അതിന് ശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ വരുന്നത്. while കീവേഡ് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷൻ n <= 10. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദി ലൂപ്പ്. ബോഡി ഓഫ് ദി ലൂപ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണെങ്കിൽ ബ്രേസസ് ആവശ്യമില്ല. അത് നമുക്ക് സി ഔട്ട് n ആൻഡ് ന്യൂ ലൈൻ അല്ലെങ്കിൽ ടാബ് ന്യൂ ലൈൻ ഇടാം. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്തും കൂടി വേണം? അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റും കൂടി വേണം. n++ എന്നുള്ളൊരു അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റും വേണം. ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഇവിടെ തന്നെ ചേർക്കാവുന്നതാണ് n++ എന്നുള്ളത്. അപ്പോൾ ഞാനിത് 2 ഡിഫറെൻറ്റ് ലൈൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. നമുക്ക് നേരത്തെ പോലെ 1 2 3 എന്ന് പറഞ്ഞ സെയിം ഔട്ട്പുട്ട് തന്നെ ന്യൂ ലൈൻസിൽ. ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റീറൈറ്റ് ദി കോഡ്. തന്നിട്ടുള്ള ഫോറിലുള്ള കോഡിനെ while യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ do while യൂസ് ചെയ്തിട്ടോ റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവിടെ നമുക്ക് സിൻടാക്സ് കൃത്യമായിട്ട് അറിയുമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ ഇവിടെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ടുള്ള തന്നിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷനെ നമുക്ക് whileലെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞ് ബോഡി ഓഫ് ദി ലൂപ്പിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ഇവിടെ whileന്റെ ബോഡി ഓഫ് ദി ലൂപ്പിൽ എഴുതുക. അത് കഴിഞ്ഞ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് 4ൽ ഇവിടെയാണ്. അത് നമുക്ക് whileലെ ബോഡി ഓഫ് ദി ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം ബോഡി ഓഫ് ദി ലൂപ്പിന്റെ ഭാഗമായിട്ട് തന്നെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റും എഴുതണം. എന്നിട്ടാണ് ക്ലോസിംഗ് ബ്രേസസ് ക്ലോസ് ചെയ്യേണ്ടത്. ഇനി ഈ തന്നിട്ടുള്ള whileനെ do while ആക്കണം എന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ചെയ്താൽ മതി. ഇവിടെ നിന്നുള്ള whileനെ എടുത്ത് മാറ്റണം. അത് ക്ലോസിംഗ് ബ്രേസസ് whileന്റെ ക്ലോസിംഗ് ബ്രേസസ് കഴിയുന്ന സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കണം. അത് കഴിഞ്ഞൊരു സെമികോളൻ ഇടാനായിട്ട് മറക്കരുത്. while ഉണ്ടായിരുന്ന സ്ഥാനത്ത് do എന്നുള്ള കീവേഡും എഴുതണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ലൂപ്സ് എഴുതുമ്പോൾ ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാനായിട്ട് വിട്ടുപോകാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം. എന്നിന്റെ ഇനീഷ്യൽ വാല്യൂ 1 ആണ്. ഇവിടെ ടാബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 വിൽ ബി പ്രിന്റഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്. 1 തന്നെ വീണ്ടും ആവർത്തിച്ച് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടിൽ ദ മെമ്മറി ഗെറ്റ്സ് എക്സോസ്റ്റഡ്. ഹൗ ടു സ്റ്റോപ്പ് ദിസ് എക്സിക്യൂഷൻ? യു ക്യാൻ ക്ലോസ് ദിസ് വിൻഡോ ടു സ്റ്റോപ്പ് ദി എക്സിക്യൂഷൻ. ഫോർ ലൂപ്പിലും അതേപോലെ തന്നെയാണ്. നമ്മൾ ഈ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ വിട്ടുപോവുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് വൊമിറ്റഡ്. ഇറ്റ് വിൽ കൺസിഡർ ഇറ്റ് ആസ് ട്രൂ ഓൾവേസ്. ഇവിടെ സി ഔട്ട് സ്റ്റേറ്റ്മെന്റിൽ ന്യൂ ലൈൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി ദി ഔട്ട്പുട്ട്. Since the test expression is true, it is going on printing. Okay. The elements of a loop are initialization, test expression, loop body, and updation statement. Coming to entry controlled and exit controlled loops, for and while are examples of entry controlled loop. Entry controlled loops le test expression check ചെയ്തതിന് ശേഷമാണ് body of the loop execute ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ തവണ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് വിൽ നോട്ട് എക്സിക്യൂട്ട്.
എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ ഉദാഹരണമാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിലെ ലൂപ്പ് ബോഡി കഴിഞ്ഞതിന് ശേഷമാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ദ ലൂപ്പ് ബോഡി വിൽ എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഈ ഔട്ട്പുട്ട് വിൻഡോയിൽ കാണിച്ചിട്ടുള്ള പാറ്റേൺ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് യൂസ് ചെയ്യണം. ഇവിടെ എത്ര റോസ് ഉണ്ട്, എത്ര ലൈൻസ് ഉണ്ട്? 3 ലൈൻസ് ആണുള്ളത്. ഫസ്റ്റ് ലൈനിൽ എന്താണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്? 1. സെക്കൻഡ് ലൈനിൽ 1ഉം 2ഉം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. തേർഡ് ലൈനിൽ 1, 2 and 3 ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സിൽ ഔട്ടർ ലൂപ്പ് നമ്പർ ഓഫ് റോസ്, അതായത് നമ്പർ ഓഫ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇവിടെ 3 ലൈൻസ് ആണുള്ളത്. അപ്പോൾ 3 ലൈൻസിന് വേണ്ടി നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതി. ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ n ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ 1 തൊട്ട് 3 വരെ വേരി ചെയ്യുന്നു. ഈ 3 പ്രാവശ്യവും എന്താണ് ചെയ്യേണ്ടത്? ദ ടാസ്ക് ടു ബി പെർഫോംഡ് ഇസ് ജസ്റ്റ് ടു പ്രിന്റ് എ ന്യൂ ലൈൻ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇന്നർ ലൂപ്പും കൂടിയും എഴുതണം. അപ്പോൾ ഇത് ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ന്യൂ ലൈൻ കഴിഞ്ഞിട്ടും എഴുതാം. ന്യൂ ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം ഇന്നർ ലൂപ്പ്. ഇന്നർ ലൂപ്പിന് ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വേണം. ലെറ്റ് ദറ്റ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ബി കെ. കെ എന്നാണ് ഞാനിവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എടുത്തിട്ടുള്ളത്. ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇന്നർ ലൂപ്പ് എഴുതണം. ഈ ഇന്നർ ലൂപ്പ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? വാട്ട് ഷുഡ് ബി ദ ഇനീഷ്യൽ വാല്യൂ ഓഫ് കെ? ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ റോയില് 1, രണ്ടാമത്തെ റോയില് 1ഉം 2ഉം, മൂന്നാമത്തെ റോയില് 1ഉം 2ഉം 3യുമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ റോ ആണെങ്കിൽ 1ഉം 2ഉം 3യും പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ കെ മസ്റ്റ് ബിഗിൻ ഫ്രം 1. And what should be the test condition? The test condition should be less than or equal to the number of row. First row ആണെങ്കിൽ 1 പ്രിന്റ് ചെയ്താൽ മതി. സെക്കൻഡ് റോ ആണെങ്കിൽ 2 എണ്ണം പ്രിന്റ് ചെയ്യണം. മൂന്നാമത്തെ റോ ആണെങ്കിൽ 3 എണ്ണം പ്രിന്റ് ചെയ്യണം. അപ്പോൾ k must be less than or equal to the outer loop variable n. And k must be unit incremented in the update statement. Then what should be done in the body of the inner loop? Body of the inner loopile നമുക്ക് ആദ്യത്തെ റോയിൽ 1 പ്രിന്റ് ചെയ്യണം. രണ്ടാമത്തെ റോ ആണെങ്കിൽ 1ഉം 2ഉം പ്രിന്റ് ചെയ്യണം. മൂന്നാമത്തെ ആണെങ്കിൽ 1ഉം 2ഉം 3യും പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഈ ഇന്നർ ലൂപ്പിലെ വേരിയബിൾ ആണ് സ്പീഡായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇറ്റ് ഇസ് ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ്. ദ ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഇസ് ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് ഫ്രം 1, then it has become 1, 2, then once again it is starting from 1, then 2 and then 3. അപ്പോൾ ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ കെ ആണ് ഇവിടെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സി ഔട്ട് കെ. സി ഔട്ട് കെ ചെയ്യുമ്പോൾ എന്നുകൂടിയും കൊടുക്കണം, ഒരു ടാബും കൂടി നൽകാം. Is that clear? Now when we execute this program, the output obtained will be 1, 1, 2, 1, 2. നമ്മളിവിടെ ഈ പാറ്റേണിൽ ചെറിയൊരു മാറ്റം വരുത്തി. ആദ്യത്തെ റോ ആണെങ്കിൽ 1 എന്ന്, രണ്ടാമത്തെ റോ ആണെങ്കിൽ 2, 2 എന്നും, മൂന്നാമത്തെ റോ ആണെങ്കിൽ 3, 3, 3 എന്നുമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാമിലും ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ആദ്യത്തെ റോനെ സൂചിപ്പിക്കുന്നത് n എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിൾ ആണ്. രണ്ടാമത്തെ റോയിൽ n അപ്പോൾ 2 ആവും. മൂന്നാമത്തെ റോ എത്തുമ്പോൾ n 3 ആവും. അതുകൊണ്ട് ഇവിടെ സി ഔട്ട് കെ, അതായത് ഇന്നർ ലൂപ്പ് കെ വേരിയബിളിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഔട്ടർ ലൂപ്പിനെ സൂചിപ്പിക്കുന്ന n ആക്കി നൽകണം. Then the output will be, now say if you want to obtain this pattern, what should be the code? ഇവിടെ 2 റോസ് മാത്രമേ ഉള്ളൂ. 1, 2, 3 അല്ല പ്രിന്റ് ചെയ്യേണ്ടത്. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ആസ്ട്രിക് സിമ്പിൾ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 റോസ് മതി. അപ്പോൾ ഔട്ടർ ലൂപ്പിലെ the loop must work only till 2. And in the inner loop what needs to be printed? എന്നോ കെയോ അല്ല, നമ്പേഴ്സ് അല്ല, മറിച്ച് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ദി ആസ്ട്രിക് സിമ്പിൾ നീഡ്സ് ടു ബി പ്രിന്റഡ്. അപ്പോൾ അതുകൊണ്ട് അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ സ്ട്രിങ് ആയിട്ട് നൽകണം. വേണമെങ്കിൽ കാസ്കേഡിംഗ് ഓപ്പറേറ്റർ കളഞ്ഞിട്ട് ഇത് ഒറ്റ സ്ട്രിങ് ആയിട്ടും എഴുതാവുന്നതാണ്. Then the output will be this. Is it clear? ഇനി ഇതാണ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻറ്റിന് പകരം ക്യാരക്ടർ വേരിയബിൾസ് യൂസ് ചെയ്യുന്നു. ദ ഔട്ടർ ലൂപ്പ് ഷുഡ് വർക്ക് ഫ്രം character A to character F, and we know that the char data type is of integral data type, so we can increment the variable n, the character variable n, and the inner loop should work from A
to the outer loop control variable n, and the value to be printed is the inner loop variable, the inner loop control variable k, and we will see what is the output. Okay, is it clear? Character is an integral data type, so instead of the character A we can specify the ASCII code also. So what will be the output of this program? It is working from 65 to 67, so the output obtained will be A, B, C. Next is jump statements. To transfer the program control from one part of the program to another, jump statements are used. There are 4 jump statements: go to, break, continue and return. ഇത് 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിലിപ്പോൾ 3 എന്നുള്ളത് പ്രിന്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സി ഔട്ട് സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ട് മുൻപായിട്ട് ഒരു ഇഫ് കണ്ടീഷൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് n is equal to 3 എന്താ ചെയ്യണ്ടേ? 3 പ്രിന്റ് ചെയ്യണ്ട അല്ലേ? അപ്പോൾ ഇഫ് n is equal to 3, continue with the next iteration. That means skip this remaining part of the for loop or any loop in which you are using continue. Skip the remaining part of the loop and go to the next iteration. എന്നാണ് continue statementന്റെ അർത്ഥം. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 3 പ്രിന്റ് ചെയ്തില്ല, 2 കഴിഞ്ഞപ്പോൾ 4 ആണ് പ്രിന്റ് ചെയ്തത്. കണ്ടിന്യൂ ക്ലിയർ ആയോ? നെക്സ്റ്റ് ഈസ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിനെ നമ്മളിവിടെ കണ്ടിന്യൂ എന്നുള്ളതിന് പകരം ബ്രേക്ക് കൊടുത്താൽ എന്തുണ്ടാവും? 1 തൊട്ട് 2 വരെ പ്രിന്റ് ചെയ്യുള്ളൂ. വെൻ ഇറ്റ് ഈസ് 3 ഇറ്റ് വിൽ ബ്രേക്ക് ഫ്രം ദി ലൂപ്പ്. വി വിൽ ചെക്ക് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻഡ്. സോ ഈച്ച് ടൈം യു ഹാവ് ടു കമ്പൈൽ, ബിൽഡ് ആൻഡ് ദെൻ എക്സിക്യൂട്ട് ദി പ്രോഗ്രാം. ഇവിടെ 1ഉം 2ഉം മാത്രമേ പ്രിന്റ് ചെയ്ത് വരൂ. Is it clear? What is the difference between break and continue? Break brings the program control outside the loop, whereas continue goes to the next iteration by skipping the remaining part of the loop body. Break is used in loops and switch, whereas continue can be used only with loops. ലേബിൾ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല, നമുക്ക് അതർ ലൂപ്പിംഗ് കൺസ്ട്രക്ട്സ് ഉണ്ട്. ലേബിൾ യൂസ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ലേബിൾ കോളൻ ദെൻ ദ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കമ്മിങ് അണ്ടർ ദി ലേബിൾ ആൻഡ് യൂസിങ് ഗോ ടു ലേബിൾ വി ക്യാൻ ഗോ ബാക്ക് ടു ദി ലേബിൾ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലേബിൾ എന്ന് പറയുന്നത് ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ലേബിളും ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ഞാനിപ്പോൾ ഈ ലേബിൾ എച്ച് എന്ന് മാറ്റി കൊടുത്തു, ഇവിടെയും എച്ച് എന്ന് ആക്കണം, കാരണം അവിടെ എച്ച് ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗോ ടു എച്ച്. ഇപ്പോൾ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് n=1 ഇനീഷ്യലി, ദെൻ എച്ച് എന്നുള്ളത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. ദെൻ കമ്മിങ് ഹിയർ ദി കണ്ടീഷൻ n<=10 എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇറ്റ് ഈസ് ട്രൂ, സോ ഗോ ടു h. The control will return here. Again these statements will be repeated until n becomes greater than 10. If n is greater than 10, it will come to the next statement. Okay, we will see what is the output of this program. The output will be print from 1 to 10. Return statement returns the program control from the called function to the calling function. Return statement ne kuriche namukku chapter 3 functions le in detail padikam. So with that, chapter 1 review of C++ comes to an end. Thank you.